നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം 2026 പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ വെച്ച് നടന്നു. പുരസ്കാര വിതരണ പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കാടുകുറ്റി ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ച നിലയിൽ. അപകടം ഡ്യൂട്ടിക്കിടെ. ആമ്പല്ലൂരിൽ ആഴ്ചകളായി യാത്രക്കാരെ വലച്ച ഗതാഗത കുരുക്കിന് ചെറിയ ഒരു ആശ്വാസം. ദേശീയപാത അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് തകർന്നു കിടന്ന സർവീസ് റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. റോഡ് തകർന്നതും ഗതാഗത കുരുക്കും നിരന്തരം വാർത്ത നൽകി അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് NCTV. കുറുമാലിയിൽ കനാലിൽ അറവു മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. ഒപ്റ്റിക് കേബിളുകൾ പൊട്ടിയ നിലയിൽ. തൃശൂരിൽ ബീഫ് ക്ഷാമം രൂക്ഷം. പലയിടത്തും വില കിലോയ്ക്ക് 500 കടന്നു. ഇറച്ചി വിപണി വലിയ പ്രതിസന്ധിയിലേക്ക്. സ്ത്രീകൾക്കായി KSRTC ബസ് സൗജന്യയാത്ര. പ്രിയദർശിനി സൗജന്യ ബസ് സർവീസ് തിങ്കളാഴ്ച മുതൽ. വിശദമായ വാർത്തകളിലേക്ക്. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം 2026 പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ വെച്ച് നടന്നു. പുരസ്കാര വിതരണ പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി, പ്രചോദി നികേതൻ കോളേജ് സ്ഥാപക മാനേജർ ഫാദർ ഡോക്ടർ ഹർഷജൻ പഴയാറ്റിൽ എന്നിവർ മുഖ്യാതിഥികളായി. ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീല ജോർജ്, ജില്ലാ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ബിന്ദു പരമേശ്വരൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സുന്ദരി മോഹൻദാസ്, മീന മദനൻ, ഭാഗ്യവതി ചന്ദ്രൻ, ബീന രവീന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KJ ഡിക്സൺ, അമ്പിളി വേണു, കൊടകര BRC BPC അനൂപ്, അൽജോ പുളിക്കൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പരീക്ഷാ പരിശീലകരായ സൈലം ഗ്രൂപ്പിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച MLA പ്രതിഭാ പുരസ്കാര വിതരണ ചടങ്ങിൽ A+ നേടിയ മണ്ഡലത്തിലെ 500ഓളം വിദ്യാർത്ഥികൾ പുരസ്കാരം ഏറ്റുവാങ്ങി. 100% വിജയം കൈവരിച്ച സ്കൂളുകൾക്കുള്ള പുരസ്കാരങ്ങളും ഈ അധ്യയന വർഷം വിരമിച്ച പ്രധാന അധ്യാപകർക്കുള്ള ആദരവും ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നിങ്ങളെ ആദരിക്കാനാണ് നമ്മുടെ ബഹുമാനപ്പെട്ട MLA ഈ സജ്ജീകരണം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയിൽ ഞാൻ സന്തോഷിക്കുന്നു. നല്ല പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ അല്പം വൈകിട്ടാണെങ്കിലും നമ്മളിവിടെ ആരംഭിച്ചത്. സമയാൽപ്പം വൈകിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും പ്രസംഗിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. അത് ഞങ്ങൾ തമ്മിൽ ധാരണയാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഒരാൾ പ്രസംഗിക്കുക, പഞ്ചായത്തിൽ നിന്ന് 4-5 പഞ്ചായത്തിൽ പ്രസിഡന്റുമാരുടെ എത്തിയിട്ടുണ്ട്, ഒരാൾ പ്രസംഗിക്കുക. വേദിയിൽ ഇരിക്കുന്ന അതിഥികൾക്കും പ്രിയപ്പെട്ട സ്റ്റുഡൻസിനും അതേ പേരൻസിനും എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ actually talent is different from dedication, because you all put your dedication, you are here, including me. People are there even more talented than me, even more intellectual than me. ഉയർന്ന മാർക്ക് നേടി അഭിമാന താരങ്ങളായി നിൽക്കുന്ന കുട്ടികളെ എല്ലാവരെയും അഭിനന്ദിക്കുന്ന ഈ പ്രതിഭാ പുരസ്കാരം വളരെ ഭംഗിയായി തന്നെ നമുക്ക് നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണയും വളരെ മാതൃകാപരമായി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച, അതായത് എല്ലായ്പ്പോഴും ഇപ്പൊ നിങ്ങൾ എല്ലാവരും വളരെ അഭിമാനത്തിന്റെ ഒരു നെറുകയിൽ നിൽക്കുകയാണ്. ഇത് ഒരു 1-2 ദിവസത്തെ എഫേർട്ട് കൊണ്ട് ഉണ്ടായതല്ല. ഈ വിജയം, ഉന്നത വിജയം കൈവരിച്ച എല്ലാ കൂട്ടുകാർക്കും കൃത്യമായ അഭിനന്ദനങ്ങൾ നേരുന്നു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജയവും പരാജയവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്.
അധ്യാപകർ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് കൂടിയാണ് നിങ്ങൾ ഇന്നത്തെ ഈ നല്ലൊരു വിജയം കൈവരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച റിട്ടയർ ചെയ്ത നമ്മുടെ എച്ചമ്മമാരുണ്ട്. അവർക്ക് ഇന്ന് അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന കുട്ടികളെ, സ്കൂളിലെ പ്രധാന അധ്യാപകരെ, രക്ഷാകർത്താക്കളെ, നമുക്കറിയാം നമ്മുടെ MLA 2020 മുതൽ 22 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് നേതൃത്വത്തിലും അതിനുശേഷം സ്വന്തമായി MLA എന്ന രീതിയിൽ നേതൃത്വം എടുത്തുകൊണ്ടും നമ്മുടെ മണ്ഡലത്തിലെ SLC +2 അതുപോലെ തന്നെ മറ്റ് വിദ്യാഭ്യാസ അവാർഡുകളെ കിട്ടിയ വിദ്യാർത്ഥികളെ ഏറ്റവും നല്ല രീതിയിൽ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോവുകയാണ്. കുട്ടികൾക്ക് പുരസ്കാരങ്ങൾ നൽകി അനുമോദിക്കുന്ന പരിപാടിയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തുടർച്ചയായിട്ട് സംഘടിപ്പിച്ചു വരികയാണ്. നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്ന്, വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് മികച്ച വിജയം നേടിയ കുട്ടികളെയാണ് ഇന്നിവിടെ ആദരിക്കുന്നത്. SSLCക്കും +2നും മുഴുവൻ A+ കിട്ടിയ CBSE നിങ്ങൾക്ക് വേണ്ട റോൾ മോഡലുകളെ എല്ലാം ഈ സ്റ്റേജിൽ തന്നെ ആക്ച്വലി വെച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. നിങ്ങൾ പറഞ്ഞു തരേണ്ട ഒരുപാട് കോണ്ടന്റുകൾ നമ്മുടെ സബ് കളക്ടർ മേഡം ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ MLA സാർ ആണെന്നുണ്ടെങ്കിലും മറ്റെല്ലാവരും നിങ്ങളോട് പറയുകയുണ്ടായി. കാടുകുറ്റി വൈന്തലിൽ പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ ജലശുദ്ധീകരണശാലയിൽ ഡ്യൂട്ടിക്കിടെ ഓപ്പറേറ്റർ ക്ലാരിഫയറിൽ വീണ് മരിച്ചു. മേലൂർ സ്വദേശിയായ 45 വയസ്സുകാരൻ ജോസഫാണ് അപകടത്തിൽപ്പെട്ടത്. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോടെയാണ് സംഭവം നടക്കുന്നത്. രാത്രി ജോലിസ്ഥലത്ത് വെച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ജോസഫിനെ കാണാനില്ലെന്ന വിവരം സഹപ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പ്ലാന്റിലും പരിസരത്തും വ്യാപകമായ പരിശോധന നടത്തിയെങ്കിലും ജോസഫിനെ കണ്ടെത്താൻ സാധിച്ചില്ല. ഇതോടെ സഹപ്രവർത്തകർ വിവരം ഉടൻ തന്നെ ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. മാളയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിനുള്ളിൽ നടത്തിയ തിരച്ചിലിലാണ് ജോസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ജോലി ചെയ്യുന്നതിനിടെ കാൽ തെറ്റി ക്ലാരിഫയറിലേക്ക് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ആമ്പല്ലൂരിൽ ആഴ്ചകളായി യാത്രക്കാരെ വലച്ച ഗതാഗതക്കുരുക്കിന് ചെറിയൊരു ആശ്വാസം. ദേശീയപാത അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് തകർന്നു കിടന്ന സർവീസ് റോഡ് ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കി. റോഡ് തകർന്നതും ഗതാഗതക്കുരുക്കും നിരന്തരം വാർത്ത നൽകി അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് NCTV. തൃശൂർ ഭാഗത്തേക്കുള്ള സർവീസ് റോഡാണ് താൽക്കാലികമായി ടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയത്. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങളാണ് തകർന്ന സർവീസ് റോഡിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞിരുന്നത്. നേരത്തെ ക്വാറി വേസ്റ്റ് ഉപയോഗിച്ച് കുഴികൾ നികത്താൻ ശ്രമം നടന്നെങ്കിലും ഫലമുണ്ടായില്ല. മഴ പെയ്തതോടെ ഈ ഭാഗം ചെളിക്കുളമായി മാറുകയും ഗതാഗതം ദുസ്സഹമാവുകയും ചെയ്തു. നന്ദിക്കര മുതൽ പാലിയേക്കര ടോൾ പ്ലാസ വരെ നീളുന്ന ഗതാഗതക്കുരുക്കാണ് ഇതിനെ തുടർന്ന് ഉണ്ടായത്. ഈ ദുരവസ്ഥ NCTV നിരന്തരം വാർത്ത നൽകി അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. ഞായറാഴ്ച ഉച്ചയോടെയാണ് അടിയന്തരമായി റോഡ് ടാർ ചെയ്തത്. റോഡ് ഗതാഗതയോഗ്യമായത് യാത്രക്കാർക്ക് ആശ്വാസമായെങ്കിലും മഴ കൂടുതൽ ശക്തമാകുന്നതിന് മുൻപ് അടിപ്പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാരും വാഹനയാത്രികരും ശക്തമായി ഉന്നയിക്കുന്നത്. ദേശീയപാതയ്ക്ക് സമീപം പുതുക്കാട് കുറുമാലിയിൽ അറവു മാലിന്യം തള്ളിയ നിലയിൽ. അറവു മാലിന്യം തള്ളുന്നതിനിടെ ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ അടക്കം പൊട്ടിയ നിലയിലായതായി പരാതി. ശനിയാഴ്ച രാത്രിയോടെയാണ് സാമൂഹ്യവിരുദ്ധർ അറവു മാലിന്യമടക്കമുള്ള വേസ്റ്റുകൾ ദേശീയപാതയിൽ കുറുമാലിയോട് ചേർന്ന കനാലിൽ തള്ളിയത്. ഇതോടെ സമീപത്തെ കേബിൾ ടിവിയുടെ കേബിളും ഫൈബർ ഒപ്റ്റിക്സ് കേബിളും പൊട്ടിവീഴുകയായിരുന്നു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കേബിൾ TV ഓപ്പറേറ്റർമാർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് അറവു മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത്. പിന്നീട് പൊട്ടിയ കേബിളുകളുടെ തകരാർ പരിഹരിക്കുകയും ചെയ്തു. പൊതുയിടങ്ങളിൽ പ്രത്യേകിച്ച് ദേശീയപാതയോരങ്ങളിൽ ഇത്തരത്തിൽ അറവു മാലിന്യം തള്ളുന്നത് പതിവായിട്ടുണ്ടെന്നും ബന്ധപ്പെട്ട അധികൃതർ വേണ്ട നടപടിയെടുക്കണമെന്നും കേബിൾ ഓപ്പറേറ്റർമാരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUC നേതൃത്വത്തിൽ പാലപ്പള്ളി തോട്ടം മേഖലയിലെ SSLC +2 ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി PT വിനയൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുഹ്ര മജീദ്, ജിഷാദ, അന്തോണി പൊന്നാരി, ഷാദിയ അഫ്സൽ, സതി രവി, യൂണിയൻ നേതാക്കളായ EM ഉമ്മർ, ലത്തീഫ് മൂച്ചിക്കൽ, ഷാഫി കല്ലൂപ്പറമ്പിൽ, ഇബ്രാഹിം ചക്കുങ്ങൽ, മുഫീന ഷിഹാബ, CK ഹസീന തുടങ്ങിയവർ പ്രസംഗിച്ചു.
ഇവിടുത്തെ ഏറ്റവും പ്രിയമുള്ള വേദിയിൽ എല്ലാവരും പേര് വേദിയിലേക്ക് ഏറ്റവും പ്രിയമുള്ള ഇഷ്ടവും സ്നേഹവും ബഹുമാനവുമുള്ള ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, പ്രവർത്തകരെ ഏറ്റവും പ്രിയകാരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിന്റെ ഉപകാരങ്ങൾ മാത്രം ഉപയോഗിക്കുക. വിദ്യാർത്ഥിനികൾ, നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ഇമ്മറിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ജില്ലയിൽ മാട്ടിറച്ചി ക്ഷാമം. അയൽ സംസ്ഥാനങ്ങളിൽ ഗോവധ നിരോധനവും നിയന്ത്രണങ്ങളും കർശനമാക്കിയതോടെയാണ് തൃശൂരിലെ വിപണിയിൽ ബീഫ് ക്ഷാമം അതിരൂക്ഷമായത്. വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന. വരവ് കുറഞ്ഞതോടെ ജില്ലയിൽ മാട്ടിറച്ചി വില വർദ്ധിച്ചു. നിലവിൽ റീറ്റെയിൽ വിപണിയിൽ 1 കിലോ മാട്ടിറച്ചിക്ക് 500 രൂപയാണ് നിരക്ക്. ഹോൾസെയിൽ വിപണിയിൽ ഇത് 450 രൂപയായി ഉയർന്നു. കഴിഞ്ഞ 1 മാസമായി സംസ്ഥാനത്തേക്ക് മാടുകളുടെ വരവ് നിലച്ചതാണ് ജില്ലയിലും ക്ഷാമം നേരിടാൻ ഇടയാക്കുന്നത്. ഇതോടെ കച്ചവടം വൻതോതിൽ കുറയുകയും പല കടകളും അടച്ചിടേണ്ട അവസ്ഥയിലേക്ക് നീങ്ങുകയാണെന്നും വ്യാപാരികൾ പറഞ്ഞു. കേരളത്തിൽ മാടുകളുടെ ഉൽപ്പാദനം കുറവായതിനാൽ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒറീസ എന്നിവിടങ്ങളിൽ നിന്നാണ് ജില്ലയിലേക്ക് മാടുകളെ എത്തിച്ചിരുന്നത്. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ സാഹചര്യം കഠിനമാണ്. ചെക്ക് പോസ്റ്റുകളിലെ ഔദ്യോഗിക പരിശോധനകളേക്കാൾ വ്യാപാരികളെ ഭയപ്പെടുത്തുന്നത് വിജനമായ വഴികളിൽ വച്ചുണ്ടാകുന്ന അതിക്രമങ്ങളാണ്. മാടുകളുമായി വരുന്ന വാഹനങ്ങൾ വിജനമായ റോഡുകളിൽ തടഞ്ഞു നിർത്തുകയും വണ്ടികൾ നശിപ്പിക്കുകയും ജീവനക്കാരെ തടയുന്നതും പതിവായിരിക്കുകയാണ്. ഒരു വാഹനം പിടിക്കപ്പെട്ടാൽ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടാകുന്നത്. ജീവനും സ്വത്തിനും ഭീഷണിയുള്ള സാഹചര്യത്തിൽ കടുത്ത ഭയം കാരണം ഇങ്ങോട്ട് ലോഡുകളെടുക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്നുമാണ് വ്യാപാരികൾ പറയുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ജൂൺ 15 മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. രാവിലെ 8:30 മുഖ്യമന്ത്രി പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും സ്ത്രീകൾക്ക് സൗജന്യയാത്ര ലഭ്യമാവുക. എല്ലാത്തരം ഓർഡിനറി KSRTC ബസ്സുകളിലും സൗജന്യയാത്ര ലഭ്യമായിരിക്കും. സൗജന്യയാത്ര ലഭ്യമാവുന്ന ബസ്സുകളിൽ പ്രിയദർശിനി സ്റ്റിക്കറുകൾ പതിക്കുന്നത് പൂർത്തിയായിട്ടുണ്ട്. സംസ്ഥാനത്ത് 3125 ബസ്സുകളിലാണ് സൗജന്യം ലഭിക്കുക. സൗജന്യയാത്ര ഒരുക്കിയിരിക്കുന്ന ബസിന്റെ മുൻവശത്തും വാതിലുകൾക്കും സമീപം പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിപ്പിച്ചിട്ടുണ്ട്. 0 ടിക്കറ്റാണെങ്കിലും കയറുന്ന സ്റ്റോപ്പും ഇറങ്ങുന്ന സ്റ്റോപ്പും ടിക്കറ്റിൽ രേഖപ്പെടുത്തണമെന്നും സൗജന്യയാത്രയില്ലാത്ത ബസ്സിൽ കയറിയാൽ സ്ത്രീകളോട് ഇക്കാര്യം മുൻകൂട്ടി പറയണമെന്നുമാണ് ജീവനക്കാർക്ക് KSRTC നൽകിയിരിക്കുന്ന നിർദ്ദേശം. സ്ത്രീകൾക്കൊപ്പം പുരുഷന്മാർ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് നൽകണമെന്നും അധിക ലഗേജിന് ചാർജ് ഈടാക്കണമെന്നും KSRTC ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്കായി KSRTC ഓർഡിനറി ബസ്സുകളിൽ സൗജന്യയാത്ര ആരംഭിക്കുകയാണ്. ഈ ചരിത്രപരമായ ചുവടുവയ്പ്പിന് കേരളം ഒരുങ്ങുമ്പോൾ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഈ പദ്ധതി 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിലുണ്ടാക്കിയ മാറ്റങ്ങൾ ചെറുതല്ല. 2019 ഒക്ടോബർ 29 ഭായ് ദൂജ് ദിനത്തിലാണ് ഡൽഹിയിൽ സ്ത്രീകൾക്കായുള്ള സൗജന്യ ബസ് യാത്ര ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ക്ലസ്റ്റർ ബസ്സുകളിലാണ് സ്ത്രീകൾക്ക് ഈ സൗകര്യം അനുവദിച്ചിട്ടുള്ളത്. തുടക്കത്തിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് കണ്ടക്ടർമാർ 10 രൂപ മുഖവിലയുള്ള പ്രത്യേക പിങ്ക് ടിക്കറ്റുകൾ സൗജന്യമായി നൽകുകയായിരുന്നു പതിവ്. ഈ ടിക്കറ്റുകളുടെ എണ്ണത്തിനനുസരിച്ച് സർക്കാർ DTCക്ക് തുക സബ്സിഡിയായി തിരികെ നൽകുന്നു. എന്നാൽ നിലവിൽ ഈ പദ്ധതി കൂടുതൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. പഴയ പേപ്പർ ടിക്കറ്റുകൾക്ക് പകരം പിങ്ക് സഹേലി സ്മാർട്ട് കാർഡുകൾ വഴിയാണ് ഇപ്പോൾ സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുന്നത്. സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബസ്സുകളിൽ CCTV ക്യാമറകളും പ്രത്യേക സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കെജ്രിവാൾ സർക്കാർ നിയോഗിച്ചിരുന്നു. സ്ത്രീ ശാക്തീകരണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം വിദ്യാഭ്യാസമോ ജോലിയോ ഉപേക്ഷിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാനുമാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്നാണ് ഡൽഹി സർക്കാർ വ്യക്തമാക്കിയത്. സ്ത്രീകൾക്ക് പുറമെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇപ്പോൾ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കിയിട്ടുണ്ട്. പദ്ധതി തടസ്സമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ഡൽഹി സർക്കാർ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 450 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. IIT ഡൽഹിയും അന്താരാഷ്ട്ര സംഘടനയായ ഗ്രീൻപീസും നടത്തിയ പഠനങ്ങൾ പ്രകാരം ഈ പദ്ധതി
ക്ഷേമനിധി വഴി ഒരു സാധാരണ കുടുംബത്തിലെ സ്ത്രീക്ക് പ്രതിമാസം 1200 രൂപ മുതൽ 2400 രൂപ വരെ യാത്രാച്ചിലവിൽ ലാഭിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ലാഭിക്കുന്ന തുക സ്ത്രീകൾ കുട്ടികളുടെ വിദ്യാഭ്യാസം, നല്ല ഭക്ഷണം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾക്കായി വീടുകളിൽ ചെലവഴിക്കുന്നു. ഇത് ആത്യന്തികമായി ആ കുടുംബങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി. യാത്രാച്ചിലവ് ഇല്ലാതായതോടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 10,000-കണക്കിന് സ്ത്രീകൾക്ക് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോലും പോയി ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത് സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം വർദ്ധിപ്പിച്ചു. സ്ത്രീകൾ കൂടുതൽ ബസ്സുകളെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെ റോഡിലെ തിരക്കും വായുമലിനീകരണവും ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇത് കോടിക്കണക്കിന് രൂപയുടെ നേരിട്ടുള്ള സാമ്പത്തിക ബാധ്യതയാണെങ്കിലും സാധാരണക്കാരായ ജനങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലും സ്ത്രീ ശാക്തീകരണത്തിലും ഇതൊരു വലിയ നിക്ഷേപമായാണ് വിലയിരുത്തപ്പെടുന്നത്. പതിവ് തെറ്റിക്കാതെ ഈ ലോകകപ്പ് കാലത്തും തൻ്റെ ഇഷ്ട ടീമിനോടുള്ള ആരാധന വേറിട്ട രീതിയിൽ പ്രകടിപ്പിക്കുകയാണ് കോടാലി സ്വദേശി നെല്ലിക്കാവിള ബാബു. അർജന്റീന ടീമിന്റെ കടുത്ത ആരാധകനായ ബാബു തന്റെ ബൈക്കിന് അർജന്റീന പതാകയുടെ നിറം കൊടുത്തിരിക്കുകയാണ്. ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന് പുറത്ത് അർജന്റീന ടീമിലെ കളിക്കാരുടെ ചിത്രവും 48-കാരനായ ബാബു പതിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ തന്റെ മുടി താഴ്ത്തിവെട്ടി ഫുട്ബോളിന്റെ മാതൃകയിലാക്കുക കൂടി ചെയ്തിരിക്കുകയാണ് ബാബു. 2018-ലും 2014-ലും ലോകകപ്പ് കാലത്ത് ഇതേ രീതിയിൽ ബാബു തന്റെ ഇഷ്ട ടീമിനോടുള്ള ആരാധന പ്രകടമാക്കിയിരുന്നു. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് സാംസ്കാരിക വേദി കാളക്കല്ല് പുളിഞ്ചോടിൻ്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ ആശുപത്രിയുടെയും ടെസ്ല മെഡിക്കൽ സെന്ററിൻ്റെയും സംയുക്ത സഹകരണത്തോടെ മെഗാ രക്തദാന ക്യാമ്പും സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും കുട്ടികൾക്കായുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. നാട്ടിൽ അടിയന്തരാവശ്യങ്ങൾക്കായി ഒരു രക്തദാന സേന രൂപീകരിക്കുക, മഴക്കാലപൂർവ്വ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വരന്തരപ്പള്ളി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ.എൻ. മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് കെ.കെ. ശരത്ത് അധ്യക്ഷത വഹിച്ചു. കൺവീനർ പി.സി. കൃഷ്ണദാസ്, ജോയിന്റ് കൺവീനർ രാംപ്രസാദ്, വാർഡ് മെമ്പർമാരായ വി.കെ. വിനീഷ്, സി.ഡി. സിനി, ജില്ലാ ഹോസ്പിറ്റൽ ബ്ലഡ് സെന്ററിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അബിൻ പ്രകാശ്, ടെസ്ല മെഡിക്കൽ സെന്റർ പീഡിയാട്രീഷ്യൻ ഡോക്ടർ സൂരജ് വിജയൻ എന്നിവർ പ്രസംഗിച്ചു. കെ.ബി. രാഹുൽ, ജിഷ്ണു ശശി, യു.എസ്. ആകർഷ്, കെ.എസ്. ഗോകുൽ എന്നിവർ നേതൃത്വം നൽകി. ക്യാമ്പിന്റെ ഭാഗമായി 50ഓളം യുവതി യുവാക്കൾ രക്തം ദാനം ചെയ്യുകയും 100ഓളം പേരുൾപ്പെടുന്ന രക്തദാന സേന രൂപീകരിക്കുകയും ചെയ്തു. സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ അവരെ ഒന്ന് നല്ല നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഈ സ്ഥിരം പണിക്ക് പോകുന്ന ആൾക്കാർ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങണത്, അതെല്ലാം എന്തുകൊണ്ടാണെന്ന് നമ്മളൊരു ഒബ്സർവ് ചെയ്യുന്നത് നന്നായിരിക്കും. അവരൊന്നും ഒരു കാരണവശാലും ലഹരിയുടെ ഇതിലേക്ക് വിടാതെ നമ്മൾ സൂക്ഷിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള കൗൺസിലിങ്ങോ കൊടുക്കാനുണ്ടെങ്കിൽ പോലീസിനെ അറിയിച്ചാൽ നമ്മുടെ ഉപജില്ലാ ഇരിങ്ങാലക്കുടയിൽ കൗൺസിലിംഗ് ഉണ്ട്. അത് കൊടുക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാം. നമ്മൾ രഹസ്യമായിട്ട് വന്ന് അറിയിച്ചാൽ മതി. അതാണ് എനിക്ക്. തരിശുഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന സന്ദേശവുമായി BKMU സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന കൃഷി ഇറക്കൽ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. അളഗപ്പ നഗർ വെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വട്ടനാത്രയിലാണ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം BKMU ജില്ലാ സെക്രട്ടറി രാകേഷ് കണിയാംപറമ്പിൽ നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് അജിത മാധവൻ അധ്യക്ഷയായി. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, പ്രസിഡന്റ് PC സാജു, CPI ലോക്കൽ സെക്രട്ടറി KR അനൂപ്, മേഖലാ സെക്രട്ടറി KV പ്രവീൺ, K ഉണ്ണികൃഷ്ണൻ, MP അരുൺ എന്നിവർ പ്രസംഗിച്ചു. കേരള പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ പാലപ്പള്ളി തോട്ടം മേഖലയിലെ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി PT വിനയൻ അധ്യക്ഷത വഹിച്ചു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുഹ്ര മജീദ്, ജിഷാദ്, അന്തോണി പൊന്നാരി, ഷാദിയ അഫ്സൽ, സതി രവി, യൂണിയൻ നേതാക്കളായ EM ഉമ്മർ, ലത്തീഫ് മൂച്ചിക്കൽ, ഷാഫി കല്ലൂപ്പറമ്പിൽ, ഇബ്രാഹിം ചക്കുങ്ങൽ, മുഫീന ഷിഹാബ്, CK ഹസീന തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇവിടുത്തെ ഏറ്റവും പ്രിയമുള്ള വേദിയിൽ എല്ലാവരും പേര് വേദിയിലേക്ക് ഏറ്റവും പ്രിയമുള്ള ഇഷ്ടവും സ്നേഹവും ബഹുമാനവുമുള്ള ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, പ്രവർത്തകരെ ഏറ്റവും പ്രിയമാരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിന്റെ ഉപകാരങ്ങൾ മാത്രം ഉപയോഗിക്കുക. വിദ്യാർത്ഥിനികൾ, നാടിന്റെ അഭിമാനമായി മാറിയിട്ടുള്ള വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ഇമ്മറിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്,
കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. കണ്ണൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിക്ക് കീഴിലുള്ള കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ ഡിസൈനിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റീരിയർ ഡിസൈനിംഗ് ആൻഡ് ഫർണിഷിംഗ് തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. MArch UGC നെറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ബയോഡാറ്റയും സഹിതം ജൂൺ 17 വൈകിട്ട് 5-നകം തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷ സമർപ്പിക്കണം. വിലാസം: എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി, കണ്ണൂർ, PO കീഴുന്ന തോട്ടട 7. ഫോൺ 8281574390. ലാൻഡ് ലൈൻ 049729653990. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ. പള്ളിക്കുന്ന് കൊരട്ടിക്കാരൻ ദേവസി മകൻ ഔസേബ് അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. മാഗിയാണ് ഭാര്യ. മേജോ, സിജോ എന്നിവർ മക്കളും ജാസ്മി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുതുക്കാട് മണ്ഡലം MLA പ്രതിഭാ പുരസ്കാരം 2026 പുതുക്കാട് പ്രചോദി നികേതൻ കോളേജിൽ വെച്ച് നടന്നു. പുരസ്കാര വിതരണ പരിപാടി KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കാടുകുറ്റി ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ച നിലയിൽ. അപകടം ഡ്യൂട്ടിക്കിടെ. ആമ്പല്ലൂരിൽ ആഴ്ചകളായി യാത്രക്കാരെ വലച്ച ഗതാഗത കുരുക്കിന് ചെറിയ ഒരു ആശ്വാസം. ദേശീയപാത അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് തകർന്നു കിടന്ന സർവീസ് റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കി. റോഡ് തകർന്നതും ഗതാഗത കുരുക്കും നിരന്തരം വാർത്ത നൽകി അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് NCTV. കുറുമാലിയിൽ കനാലിൽ അറവു മാലിന്യം തള്ളി സാമൂഹ്യ വിരുദ്ധർ. ഒപ്റ്റിക് കേബിളുകൾ പൊട്ടിയ നിലയിൽ. തൃശൂരിൽ ബീഫ് ക്ഷാമം രൂക്ഷം. പലയിടത്തും വില കിലോയ്ക്ക് 500 കടന്നു. ഇറച്ചി വിപണി വലിയ പ്രതിസന്ധിയിലേക്ക്. സ്ത്രീകൾക്കായി KSRTC ബസ് സൗജന്യയാത്ര. പ്രിയദർശിനി സൗജന്യ ബസ് സർവീസ് തിങ്കളാഴ്ച മുതൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.